ക്ലാസ് മുറികൾ തകർന്നു വീണ് ഒരു വർഷം പിന്നിടുമ്പോഴും കോഴിക്കോട്ടെ ബിലാത്തികളും ഗവൺമെന്റ് AUP സ്കൂളിന് സർക്കാരിന്റെ അവഗണന. കഴിഞ്ഞ വർഷം ജൂലൈ മാസം ഇടിഞ്ഞു വീണ സ്കൂളിന്റെ അവശേഷിക്കുന്ന കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളുടെ പഠനം. പാതി വീണ കെട്ടിടവും വീഴാറായി തൂങ്ങി നിൽക്കുന്ന മേൽക്കൂരയുമൊക്കെയാണ് ബിലാത്തിക്കുളം സ്കൂളിലേക്ക് കയറുമ്പോൾ കാണാനാകുക. അതുമാത്രം മതി ഈ വിദ്യാലയം എങ്ങനെ സർക്കാരിന്റെ അനാദായകരമായവയുടെ പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ. നടക്കാവ് സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച സ്ഥലം MLA പ്രദീപ് കുമാറിന്റെ മണ്ഡലത്തിലെ മറ്റൊരു സ്കൂളിനാണ് ഈ ദുർവിധി. എന്നിരുന്നാലും സുരക്ഷാ ഭീഷണികൾക്കിടയിലും ഇപ്പോഴും പാവപ്പെട്ടവരുടെ മക്കൾക്കും അന്യസംസ്ഥാനക്കാരുടെ മക്കൾക്കും ഈ വിദ്യാലയമാണ് അറിവ് പകരുന്നത്. കഴിഞ്ഞ മഴയിൽ ഇടിഞ്ഞു വീണ വിദ്യാലയം ഇതുവരെ പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണി നടത്താനോ സർക്കാർ തയ്യാറായിട്ടില്ല. 3 മുറികളിലായാണ് 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ പഠിക്കുന്നത്. ബാത്റൂം പൊളിഞ്ഞു വീഴാറായ സ്ഥിതിയിലാണ്. ഇപ്പോഴും പാതി മാത്രം ലഭിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ 7 ക്ലാസ് നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ല. ഉള്ളത് വെച്ചുകൊണ്ട് നമുക്ക് 7 ക്ലാസ് നടത്തി പോരുകയാണ്. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ അൺഫിറ്റായിട്ട് അപകട നിലയിൽ തന്നെ കിടക്കുകയാണ്. സ്കൂൾ വീണ സമയത്ത് ഫണ്ട് അനുവദിച്ചതായി കോഴിക്കോട് കോർപ്പറേഷൻ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അവഗണിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ അന്ന് ഒരു 15 ലക്ഷം രൂപ റിപ്പയറിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ലഭ്യമായിട്ടില്ല. പശ്ചാത്തല സൗകര്യ വികസന സാധ്യതയുള്ള ബിലാത്തിക്കുളം സ്കൂൾ പുതുക്കിപ്പണിത് ഈ പ്രദേശത്തുകാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസവും സുരക്ഷയും സർക്കാർ ഉറപ്പു നൽകണമെന്ന് അധ്യാപകരും പറയുന്നു. TK സബീന, റിപ്പോർട്ടർ, കോഴിക്കോട്.